നമ്മുടെ കേരളം വലിയൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തത്തിൽ വലിയ സഹായവുമായി നമ്മുടെ കേരളത്തിന്റെ മക്കൾ കൈമെയ് മറന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ വ്യത്യസ്തമായ ഒരു സഹായ വാഗ്ദാനം കണ്ട് സോഷ്യൽ മീഡിയ സമൂഹം തന്നെ അതിശയിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് വന്ന വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എന്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരാൾ വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചത്. ഇതിന് പിന്നാലെ ഇടുക്കി സ്വദേശിയായ സജിനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. സജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്കും കുഞ്ഞുമക്കളാണ് ഉള്ളത്. വയനാട്ടിലെ ക്യാമ്പിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവരെ മുലപ്പാൽ നൽകി സംരക്ഷിക്കാൻ ഞാനും എന്റെ ഭാര്യയും തയ്യാറാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. വയനാട്ടിൽ പോയി അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. സജിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഒപ്പം തന്റെ മൊബൈൽ നമ്പറും പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയത്. ഞങ്ങൾ ഇടുക്കിയിലാണ് എങ്കിലും വയനാട്ടിൽ വന്ന് കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും എന്റെ കുടുംബവും തയ്യാറാണ്. ഞങ്ങൾക്കുമുണ്ട് കുഞ്ഞുമക്കൾ. ഇങ്ങനെയൊരു വാക്കുകൾ വന്നപ്പോൾ നമ്മൾ ഈ പ്രശ്നവും മറികടക്കും എന്നാണ് ഓരോ മലയാളികളും പറഞ്ഞുകൊണ്ടെത്തുന്നത്. ഈ വാക്കുകൾ തന്നെയായിരുന്നു അതിന് ഒരു പ്രേരണയാകുന്നതും. ഇങ്ങനെ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ സഹായങ്ങൾ കൊടുത്തുകൊണ്ട് എത്തുമ്പോൾ അതിന് വിമർശനങ്ങളുമായി ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. ഈ വാക്കുകൾ വരുമ്പോൾ ചില ഞരമ്പ് രോഗികൾ അതിനിടയ്ക്ക് വരുമല്ലോ. അങ്ങനെയും ചില ഞരമ്പ് രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് ഗംഭീര പണി കൊടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ പിള്ളാരുകൾ തന്നെ. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെത്തിയപ്പോൾ അവന്മാർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി നേരെ സൈബർ സെല്ലിലേക്ക് കണക്ട് ചെയ്ത പല പ്രേക്ഷകരെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനൊപ്പം ഈ വിമർശനങ്ങൾക്ക് ഒരു മറുപടി എന്നോണം മികച്ച വാക്കുകൾ കൂടി എത്തുകയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴായി നേതൃത്വം കൊടുക്കുകയും പല പ്രവർത്തനങ്ങളുടെയും ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു വാഗ്ദാനം കാണുന്നത്. അശ്വതി സെബാസ്റ്റ്യൻ പങ്കുവയ്ക്കുന്ന ചില വാക്കുകൾ ഇങ്ങനെയാണ്. അതിൽ ഈ വിമർശിക്കുന്നവർക്കുള്ള മറുപടിയാണ്: മുൻപ് ഡെലിവറി കഴിഞ്ഞ് ആശുപത്രിയിൽ ആയിരുന്ന സമയം മറ്റൊരു കുഞ്ഞിനെ മുലയൂട്ടിയ അനുഭവം ഉള്ളതുകൊണ്ട് ആ അമ്മയുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്ത ഒരുപാട് പേരെ കണ്ടു. തങ്ങളെ കൊണ്ടാവും പോലെ എങ്ങനെയൊക്കെ ദുരിതത്തിൽ അകപ്പെട്ട മനുഷ്യരെ സഹായിക്കാമെന്ന് മനുഷ്യർ തിരയുമ്പോൾ അതിനിടയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മറ്റൊരിടത്ത് പാൽ ചുരുത്താതെ നിറഞ്ഞു വീർത്ത അകിടിൽ നിന്ന് പാൽ പിഴിഞ്ഞു കളയുന്ന മനുഷ്യരെ കണ്ടു. മോന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് പാലക്കാട്ട് കോടതിയിൽ ജോലിക്ക് പോകുന്നത്. പാൽ നിറഞ്ഞ് കല്ലിച്ചു വീർത്ത മുലയുമായി ഒരു ചൂട് എടുത്തു വെക്കുമ്പോൾ പോലും ഉള്ള വേദന അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ആ മിണ്ടാപ്രാണിയോട് പോലും കരുതൽ കാണിക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ദുരിതകാലങ്ങളിലെല്ലാം പരസ്പരം ചേർത്ത് നിർത്തുന്ന താങ്ങാകുന്ന സഹാനുഭൂതിയുള്ള മനുഷ്യരുടെ ഇടയിൽ നമ്മളെ കൊണ്ടാകും പോലെ അവരെ ചേർത്ത് നിർത്തുന്നതിന് പകരം പ്രകൃതി സംരക്ഷണ പഠനവും ഗാർഗിലും തീസിസും കവിതയുമൊക്കെയായി വരുന്നവരോട് എന്ത് കോപ്പ് പറയാനാണ് എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടവർക്ക് എതിരെ ശബ്ദമുയർത്താൻ സമയം ഇനിയുമുണ്ട്. ഇപ്പൊ കുറച്ച് മനുഷ്യത്വം കാണിക്കൂ എന്നായിരുന്നു അവരുടെ വാക്കുകൾ. ഈ ഒരു സന്ദർഭത്തിൽ മികച്ചൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാം മറന്ന് സഹായിക്കുകയാണ് വേണ്ടത്. അത് ഏത് രീതിയിലായാലും.